തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ചിത്രമെടുക്കുന്നതിനും വിലക്ക്. വ്യാഴാഴ്ച നടക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. തൃശൂർ പുഴയ്ക്കൽ ഹയാത്ത് റേജൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദും പങ്കെടുക്കുന്നുണ്ട്. ഭാരതാഭിവാദത്തിന് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന വേദി കൂടിയാണിത്. സൂരജ് സജി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എന്തിനാണ് അങ്ങനെ ഒരു വിലക്ക്? അഷ്മി, അല്പം മുമ്പാണ് കാർഷിക സർവകലാശാലയുടെ പ്രതിനിധികൾ തൃശൂർ പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത്. അതിൽ ഈ ബിരുദദാന ചടങ്ങിനെ കുറിച്ച് ഉള്ള അറിയിപ്പിന്റെ ഭാഗമായിരുന്നു ഈ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്ഭവനിൽ നിന്ന് വാക്കാൽ തങ്ങൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതായത് മാധ്യമപ്രവർത്തകരെ ആരും തന്നെയും മാധ്യമപ്രവർത്തകരോട് ദൃശ്യം പകർത്താൻ അനുവദിക്കരുത് എന്ന നിർദ്ദേശമാണ് ഈ രാജ്ഭവൻ നൽകിയിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഈ കാർഷിക സർവകലാശാല ഭാരവാഹികൾ ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. അവർ പറയുന്നത് ദൃശ്യം മാത്രമല്ല, ചിത്രം പോലും അവിടെ നിന്ന് പകർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്ന് തങ്ങൾക്ക് വാക്കാൽ ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോയതെന്ന് പറയുന്നു. ഭാരതാംബ വിവാദത്തിന് ശേഷം കൃഷിമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ആദ്യ വേദിയാണ്, ഗവർണറും കൃഷിമന്ത്രിയും എത്തുന്ന ആദ്യ വേദിയാണിത്. അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഔദ്യോഗികമായി തന്നെ അവർ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ ഈ റിലീസിലടക്കം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് വീഡിയോഗ്രഫി ആൻഡ് ഫോട്ടോഗ്രഫി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞ് അവർ കൃത്യമായ ആ റിലീസിൽ തന്നെ അത് പ്രതിപാദിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സ്വാഭാവികമായും അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായതുപോലെ തന്നെ ഒരു വിവാദ വിഷയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ ഉണ്ടായാൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരിക്കും സ്വാഭാവികമായും ഈ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PRD ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ദൃശ്യങ്ങൾ നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ള കാര്യം. ആഷ്മി, ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.